സെൽവേജി റിവർ ഇന്ത്യ നിങ്ങളെ വണ്ടി ഒരു പ്രത്യേകത തോന്നി. അപ്പൊ എന്താണ് സംഭവം എന്നുള്ളത് ഒന്ന് കണ്ട് പറയാം. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ വണ്ടി എടുക്കാൻ താല്പര്യം? വണ്ടിന്റെ ഒരു പ്രത്യേകത കണ്ടിട്ടാണ് ഞാനിത് പോയിട്ട് എറണാകുളം തിരുവനന്തപുരത്തൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ തൃശ്ശൂര് പാലക്കാട് വരെ ഷോറൂം ഓപ്പൺ ആയിട്ടുണ്ട്. തൃശ്ശൂർ ഓപ്പൺ ആയി എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ പോയിട്ട് അവിടുന്ന് കാശ് കൊടുത്ത് സാധനം എടുത്തിട്ട് അവിടുന്ന് ഓട്ടിട്ട് വന്നാണ്. ഇത് 110 കിലോമീറ്റർ കിട്ടും. ഇലക്ട്രിക് അല്ലേ? ഇലക്ട്രിക് ആണ്. 110 കിലോമീറ്റർ, 3 മോഡ് ഉണ്ട്. റേസ് മോഡ്, എക്കോ മോഡ്. അങ്ങനെ നമ്മളൊരു മീഡിയം പോവുകയാണെങ്കിൽ എനിക്കൊരു 100-120 കിലോമീറ്റർ ഡെയിലി ഓടുന്നുണ്ട്. വാട്ടർ അതോറിറ്റിയിലാണ് ജോലി. അപ്പൊ അതുകൊണ്ട് ഈ വണ്ടി എടുത്ത് അതിന് ഏറ്റവും ബെറ്റർ നമ്മളെ മെറ്റീരിയലും സാധനങ്ങളൊക്കെ വെക്കാം. ഡിക്ക് ഫേസ് കണ്ടില്ലേ? ഒരു കാണട്ടെ. ഡിക്കിന്റെ ഫേസ് ഒരു ഹെൽമെറ്റ് വെച്ചിട്ട് അയച്ചിടാം. അത്ര സ്പേസ് ഉണ്ട്. പിന്നെ ഡിക്കിന്റെ പ്രത്യേകത മൊബൈൽ ചാർജർ, ഇതിനകത്ത് മൊബൈൽ ചാർജർ, ഇവിടെ മൊബൈൽ ചാർജർ. രണ്ട് ചാർജർ. ഫുട്പാത്ത് വെക്കാനുള്ള സാധനങ്ങൾ, ഇത് നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനുള്ളത് ഇത് ഫിക്സ് ചെയ്താണ്. ഇതൊക്കെ അക്സസറീസിലുള്ളതാണ് കേട്ടോ. അക്സസറി എക്സ്ട്രാ വാങ്ങുന്നതാണ് മൊബൈലിന്റെ. എല്ലാം ഡിസ്പ്ലേ ഇപ്പൊ ഇനി 86 കിലോമീറ്റർ ഓടാ. ആകെ 382 കിലോമീറ്റർ 2-3 ദിവസമായിട്ടുള്ളൂ. 382 കിലോമീറ്റർ ഓടിയാൻ നമ്മുടെ ഭാഗത്ത് വേറെ എടുത്തണം ഈ വണ്ടി. ഇവിടെ ഞാൻ എടുത്ത് കൊണ്ടുവന്നാരെ 2 ആൾക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ ആദ്യം ഈ ഭാഗത്ത് വന്നിട്ടുള്ളത് ഞാനായിരിക്കാൻ സാധ്യത ഉണ്ട്. ഞാൻ പിന്നെ കണ്ടിട്ടില്ല. ഹെഡ്ലൈറ്റ് 2 പിന്നെ സ്റ്റാർട്ട് ചെയ്താൽ കുറേം കൂടെ ഒക്കെ നിങ്ങൾക്ക് കാണാം. ബ്രൈറ്റ് ഒന്നും കൂടെ ദമ്മാവൂല്ലേ? യെസ്. 2 ഹെഡ്ലൈറ്റ്, എക്കോ മോഡ്, റേസ് മോഡ്, പിന്നെ കാര്യങ്ങളുണ്ട്. റെഡ് മോഡ്. വണ്ടി അല്ല എത്ര സമയം പിടിക്കും ബാറ്ററി ഫുൾ ചാർജ്? 5 മണിക്കൂർ ചെയ്താൽ ഫുൾ ചാർജാ. 5 മണിക്കൂർ ചെയ്താൽ ഫുൾ ചാർജ് ആയി. ഒരു 110 ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് ചാർജ് ചെയ്യും. രാത്രിയും ചാർജ് ചെയ്യും, പിന്നെ ഉച്ചക്ക് ലഞ്ചിന് വരുമ്പോ ഒന്ന് ചാർജിലിടും. നമുക്ക് നല്ല ഓട്ടാണല്ലോ. പിന്നെ റിവേഴ്സ് ഗിയർ കണ്ടോ? റിവേഴ്സ് ഗിയർ ഉണ്ടോ? ഇതാണ്. അതൊന്നും പോട്ടെ. റിവേഴ്സ് ഗിയർ, ബൈക്കിന് റിവേഴ്സ് ഗിയർ വെക്കാൻ പറ്റില്ല എല്ലാരും പറയും. വലിക്കണ്ട, ഒന്നും ചെയ്യണ്ട. ആ റിവേഴ്സ് ഗിയറിൽ ഒരു 3 കിലോമീറ്റർ ഒക്കെ പോകും. റിവേഴ്സ് ഗിയറിൽ 3 കിലോമീറ്റർ പോകും. വല്ലാത്ത കഥ. അപ്പൊ ഇതാണ് നമ്മളെ പരിപാടി. അപ്പൊ സംഗതി ഇപ്പൊ സൈലന്റ് വണ്ടിയാണ്. ശബ്ദത്തിന്റെ കോലാഹലങ്ങളില്ല. ഏകദേശം എന്ത് റേറ്റ് വരുന്നുണ്ട്? 1,59,000, 1,60,000 വരുന്നുണ്ട്. ആക്സസറീസ് വരെ 1,73 എനിക്ക് വില ആയി. ആക്സസറീസ് നമ്മളെ പരിപാടിക്ക് ഇതൊക്കെ വേണമല്ലോ. അതെ പരിപാടിക്ക് വേണം. പരിപാടിക്ക് വേണമെന്ന് പറഞ്ഞാല് വാട്ടർ അതോറിറ്റിന്റെ മെയിൻ ആളാട്ടോ ഇവിടുത്തെ. അപ്പൊ എന്തായാലും വണ്ടി നേക്കാണ്. ബാംഗ്ലൂർ ബേസ് ചെയ്ത ഇതിന്റെ രണ്ട് മലയാളികളാണ് ഇത് ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ബാംഗ്ലൂർ ബേസിക്കുള്ള വണ്ടിയാണ്. ഇവിടെ ഒരു ബോക്സ് വരുന്നുണ്ട്. കേരളത്തിലെ RTO അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് 2 ബോക്സുകൾ വരുന്നുണ്ട്. ബോക്സ് വരാനുള്ള വണ്ടിക്കുണ്ട് അത്. പക്ഷെ RTOന്റെ പെർമിഷൻ വേണം. അതാ കാരണത്താലാണ് ഇതിന്റെ ഡിസൈൻ വർക്ക് മലയാളി 2 മലയാളീസ്. അതാണ് ഇതിന്റെ പ്രത്യേകത. എല്ലാം ഇലക്ട്രിക് വണ്ടിക്കും ബെൽറ്റ് ആണ്. ഇതിന് ചെയിനാണ്. ബൈക്കിന്റെ മാതിരിയുള്ള എല്ലാത്തിനും ബെൽറ്റ് ആണ് വരുന്നത്. ചെയിൻ ഉണ്ട്. അങ്ങനെ ഒരു പ്രത്യേകത. ഡിസ്ക് ബ്രേക്ക് ആണ് ബാക്കില്. ഫ്രണ്ടും ഡിസ്ക് ആണ്. ടയർ 14 വലിയതാണ്. വലിയ ഐറ്റം. എനിക്ക് വണ്ടിനെ പറ്റിയൊന്നും അധികം അറിയില്ല പറയാനൊന്നും. സാധാരണ ഞാനൊരു മറ്റേ ആക്റ്റീവ് ഉപയോഗിച്ചിരുന്നത് 1,00,000 കിലോമീറ്റർ ഓടി. അപ്പൊ അതോട് സൈഡാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഈ ഒരു വണ്ടിനെ പറ്റി അറിഞ്ഞത്. അങ്ങനെ ഈ വണ്ടി എടുക്കാൻ കാരണം അങ്ങനെ ഒരു ആഗ്രഹത്തെ പറ്റി സ്റ്റഡി ചെയ്തിട്ട് പോയിട്ട് എടുത്താണ്. തൃശ്ശൂരിന്ന് ഞാൻ ഓട്ടിട്ട് പോന്നു. നേരിട്ട് ആദ്യമായിട്ട് ഈ വണ്ടി ഓടിക്കുവാണ്, കറണ്ടിന്റെ വണ്ടി. അങ്ങനെ തൃശ്ശൂർ സ്മൂത്ത് ആണോ? നല്ല സൂപ്പറാണ്. പിന്നെ ഓരോ വണ്ടിന്റേതായ ബുദ്ധിമുട്ടുകൾ അതിനുണ്ടാവും. എല്ലാം കൊണ്ട് തേഞ്ഞതൊന്നും ഇല്ലല്ലോ. ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് എടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ വണ്ടിക്ക് ഏകദേശം 1,60,000 വില. പിന്നെ നമ്മൾ അഡീഷണൽ സെറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇൻവോയ്സ് ഇതാണ്. 1,40,999 വണ്ടിന്റെ മറ്റൊക്കെ ഇതാണ് ആക്സസറീസ് വാങ്ങിച്ച അതിന്റെ ബില്ലും കാര്യങ്ങളൊക്കെ. പിന്നെ സർവീസ് എവിടെ കിട്ടുക? സർവീസ് തൃശ്ശൂർ ഇപ്പൊ അടുത്ത് കോഴിക്കോട് ഓപ്പൺ ആകുന്നുണ്ട് എന്ന് പറഞ്ഞവര്. ഇൻഷുറൻസ് 5 വർഷത്തെ 5 വർഷത്തിന് ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്. അതായത് 1 വർഷം ഫുള്ളും മറ്റേ സെക്കൻഡ് അങ്ങനെ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇങ്ങനെയൊക്കെയാണ്. പാലക്കാട് ഇപ്പോ ഓപ്പൺ ആയിട്ടുണ്ട്. അവിടെ പിന്നെ 5,000 റുപ്യ നമ്മളെ സബ്സിഡി ഉണ്ട് കേട്ടോ.
ഇന്ത്യ ഗവൺമെന്റിന്റെ നിങ്ങൾക്ക് വേണ വണ്ടി സബ്സിഡി 5000 രൂപ സബ്സിഡി ഉണ്ട്. പാലക്കാട് ഇപ്പൊ ഒരു ഓഫർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഓഫർ ഉണ്ട്. പുതിയ ഷോറൂം. അപ്പൊ എന്തായാലും ഇപ്പത്തെ ഒരു പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ ഈ സർവീസ് നമ്മൾ തൃശ്ശൂർ എത്തണം. പക്ഷേ ഈ വണ്ടി പ്രചാരത്തിൽ വരുന്നതോട് കൂടെ നമ്മുടെ കൊട്ടക്കലും പിന്നെ ഫാസ്റ്റ് ചാർജിങ് തുടങ്ങിയിട്ടില്ല. ഇവിടെ എവിടെയും ചാർജ് ഇല്ല. വീട്ടിൽ മൊബൈൽ കുത്തുന്നവര് തന്നെ ചാർജ് കുത്തുന്നത്. പിന്നെ ഇപ്പൊ അടുത്തുണ്ടാവുന്ന അവർ പറയുന്നുണ്ട്. കാര്യങ്ങൾ എളുപ്പമായി. അപ്പൊ ആയിക്കോട്ടെ എന്നാലേ. ഓക്കെ, സന്തോഷം. താങ്ക് യു.